മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ ഭാരതപ്പുഴയുടെ ഓളങ്ങളാൽ ചുറ്റപ്പെട്ട് 4 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പുണ്യസങ്കേതമുണ്ട്. ചമ്രവട്ടം അയ്യപ്പക്ഷേത്രം. കേരളത്തിലെ 108 ശാസ്താക്ഷേത്രങ്ങളിൽ പ്രമുഖമായ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഭക്തിയും പ്രകൃതിയും ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ ഇഴചേർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം അതിന്റെ തനതായ ആചാരങ്ങളാലും പ്രകൃതിയുമായുള്ള അവിഭാജ്യ ബന്ധത്താലും ഭക്തർക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ വിസ്മയമാണ്. കേരളീയ ക്ഷേത്ര വിജ്ഞാനീയത്തിൽ ഓരോ പ്രതിഷ്ഠയ്ക്കും ആരാധനാക്രമങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. എന്നാൽ ചമ്രവട്ടം അയ്യപ്പൻ വേറിട്ട് നിൽക്കുന്നത് ഈ പ്രപഞ്ചനാഥൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്ന സങ്കല്പത്തിലാണ്. ശാസ്താവ് ഇവിടെ ഗൃഹസ്ഥ ശാസ്താവായ പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടിയുള്ള രൂപത്തിൽ കുടിയിരിക്കുന്നു. പ്രകൃതിയെ തന്നെയാണ് അയ്യപ്പനായി സങ്കല്പിക്കുന്നത്. ഒരു സ്ഥലത്തിന്റെ പേരിനു പിന്നിൽ പോലും ചരിത്രത്തിന്റെ കയ്യൊപ്പുണ്ടാകും. ചമ്രവട്ടം എന്ന പേരിന്റെ ഉത്ഭവത്തിന് 2 പ്രധാന ഐതിഹ്യങ്ങളുണ്ട്. ഇവ രണ്ടും കാലാന്തരത്തിൽ ഒന്നുചേർന്ന് ഈ പുണ്യസ്ഥലത്തിന് തനതായ വ്യക്തിത്വം നൽകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശം ഒരു വനപ്രദേശമായിരുന്നു. ഇവിടെ ശമ്പരൻ എന്ന മഹർഷി കഠിനമായ തപസ്സനുഷ്ഠിച്ചിരുന്നു എന്നാണ് ഒരു ഐതിഹ്യം. ഈ തപോഭൂമിക്ക് അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ശമ്പരവട്ടം എന്ന നാമം ലഭിച്ചു. കാലക്രമേണ ഭാഷാപരമായ മാറ്റങ്ങളിലൂടെയും ഉച്ചാരണ സൗകര്യങ്ങളിലൂടെയും ഈ പേര് ചമ്രവട്ടമായി രൂപാന്തരപ്പെട്ടു. ശമ്പര മഹർഷി തന്റെ തപസ്സിന്റെ അവസാനം തേജസ്സോടെ ശാസ്താവിനെ ദർശിക്കുകയും അവിടുത്തെ ബ്രാഹ്മണനോട് പൂജാരീതികൾ ഉപദേശിക്കുകയും ചെയ്ത ശേഷം ഈ സ്ഥലം വിട്ടുപോയെന്നും വിശ്വസിക്കപ്പെടുന്നു. കുറുശ്ശേരി മനയുടെ കാരണവരോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഉപദേശിച്ചതെന്നും ഐതിഹ്യമുണ്ട്. മറ്റൊരൈതിഹ്യം ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധർമ്മശാസ്താവ് ഇവിടെ പത്മാസനസ്ഥനായി, അതായത് ചമ്രം പടഞ്ഞിരുന്ന് തപസ്സനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ ശാസ്താവിരുന്ന നിലയിൽ നിന്നും ഈ സ്ഥലത്തിന് ചമ്രവട്ടം എന്ന പേര് ലഭിച്ചു. ഈ 2 ഐതിഹ്യങ്ങളും ക്ഷേത്രത്തിന്റെ പ്രാചീനതയിലേക്കും ശാസ്താവിന്റെ ദിവ്യത്വത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. ചമ്രവട്ടം ക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യയിലും പ്രതിഷ്ഠാസങ്കല്പത്തിലും ചില തനതായ പ്രത്യേകതകൾ പുലർത്തുന്നു. ഇത് കേരളീയ ക്ഷേത്ര മാതൃകയിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന സവിശേഷത പ്രതിഷ്ഠ സ്വയംഭൂവാണ് എന്നുള്ള വിശ്വാസമാണ്. ഇവിടെ അയ്യപ്പൻ സ്വയംഭൂവാണ്. ഭാരതപ്പുഴയിൽ ആണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചമ്രവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രം. അതായത് വിഗ്രഹം ആരും പ്രതിഷ്ഠിച്ചതല്ല, മറിച്ച് തനിയെ മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും ഇപ്പോഴും വളരുന്നു എന്നുമാണ് സങ്കല്പം. ഈ പ്രതിഭാസത്തെയാണ് സ്വയംഭൂ എന്ന് വിശേഷിപ്പിക്കുന്നത്. വിഗ്രഹം നിലത്തിനടിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ പ്രതിഷ്ഠ ഒരു പീഠത്തിലല്ല, മറിച്ച് മണലിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷേത്രം ഈ വിഗ്രഹത്തെ ചുറ്റിപ്പറ്റി പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ മുന്നിലെ വാതിൽ കടന്നാൽ ഉടൻ ശ്രീകോവിലെത്തുന്നു. ഈ ക്ഷേത്രം പെരുന്തച്ഛനാണ് നിർമ്മിച്ചതെന്നും ഒരു ഐതിഹ്യമുണ്ട്. അദ്ദേഹത്തിന്റെ കരവിരുതിന്റെ മകുടോദാഹരണമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗൃഹസ്ഥ ശാസ്താവായ സങ്കല്പത്തിലാണ് കുടികൊള്ളുന്നത്. മിക്ക അയ്യപ്പ ക്ഷേത്രങ്ങളിലും ഭഗവാനെ ബ്രഹ്മചാരിയായിട്ടാണ് ആരാധിക്കുന്നതെങ്കിൽ ഇവിടെ അദ്ദേഹം പ്രഭാ സത്യക സമേതനായി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു. പ്രഭാ സത്യക എന്ന പേരുകൾ ശാസ്താവിന്റെ പത്നിമാരായ പൂർണ്ണ പുഷ്കലാദേവിമാരുടെ മറ്റ് ഭാവങ്ങളായാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഈ സങ്കല്പമനുസരിച്ച് മുഖ്യപ്രതിഷ്ഠ ഗൃഹസ്ഥ ശാസ്താവാണ്. പ്രധാന ശ്രീകോവിലിനകത്ത് മുഖ്യപ്രതിഷ്ഠയായ ഗൃഹസ്ഥ ശാസ്താവിനോടൊപ്പം മറ്റു ചില ദേവതകളുടെ സങ്കല്പങ്ങളും നിലനിൽക്കുന്നു. ഗണപതി, വിഷ്ണു, ശിവൻ, പ്രഭ, ദുർഗ, സത്യകൻ എന്നിവരുടെ സാന്നിധ്യം ശാസ്താവിനൊപ്പം ശ്രീകോവിലിനകത്ത് സങ്കല്പിക്കുന്നുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപദേവതകളായി മറ്റു പ്രതിഷ്ഠകളുമുണ്ട്. ഇവയിൽ ഗണപതി, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ദുർഗ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുറത്ത് തെക്കുപടിഞ്ഞാറ് വശത്തായി പ്രത്യേക പ്രതിഷ്ഠകളായി ഗണപതി, സത്യകൻ, ദുർഗ, ഭദ്രകാളി, ശിവൻ എന്നിവർക്കും സ്ഥാനമുണ്ട്. ഈ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ ചമ്രവട്ടം ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുകയും വിവിധ ഹൈന്ദവ ദേവതകളുടെ അനുഗ്രഹം ഒരിടത്തു നിന്ന് നേടാൻ ഭക്തർക്ക് അവസരം നൽകുകയും ചെയ്യുന്നു. ഇവിടെയുള്ള പൂജാവിധികൾക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. മറ്റു പല ക്ഷേത്രങ്ങളിലും എന്ന പോലെ പൂജകൾക്കായി ഇവിടെ മണി ഉപയോഗിക്കാറില്ല.
കൂടാതെ ഊരാളനാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ പൂജകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുദ്രകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മണിയടിച്ചിട്ടില്ല, അങ്ങനെ സാധാരണ ഉള്ള പൂജ തന്നെ അങ്ങനെയല്ല, കുറച്ചൊരു വ്യത്യാസങ്ങളുണ്ട്. എല്ലാം ധൂപ മുദ്രകളൊക്കെ കാണിച്ചിട്ടുള്ള അങ്ങനെയുള്ളൊരു പൂജയാണ്. പിന്നെ രാവിലത്തെ ഉഷപൂജ എന്നുള്ളത് എടുത്ത് ഊരാളന്മാർ അവരുടേതാണ് പൂജ വരുന്നത്. പിന്നെ ബാക്കിയുള്ള ഉച്ചപൂജയും അതല്ല, ഇവിടെ എന്തോ ഒരു താപസ ഒരു സങ്കല്പമാണ്. അതുകൊണ്ടായിരിക്കും അതിന് മണി അങ്ങനെയുള്ള മുദ്രകൾ മാത്രമേ ഉള്ളൂ. അല്ല ധൂപ ദീപങ്ങളൊന്നും നമ്മൾ കാണിക്കാറില്ല ആരും. പിന്നെ തന്ത്രി പൂജ ഉള്ള ദിവസം മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനെയുള്ള പൂജകൾ ശരിക്കുള്ള ഒരു നിശബ്ദതയായിരിക്കണം അദ്ദേഹം സങ്കല്പിക്കുന്നു തോന്നുന്നു. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഏറ്റവും സവിശേഷമായൊരു പ്രതിഭാസമാണ് ഇവിടുത്തെ ആറാട്ട്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ആറാട്ടിനായി ഒരു പ്രത്യേക കൊടിയേറ്റുത്സവമോ തീയതിയോ ഇല്ല. ചമ്രവട്ടം ക്ഷേത്രത്തിന്റെ ആറാട്ട് പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ്. മഴക്കാലമാകുമ്പോൾ ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി ക്ഷേത്രത്തിനകത്തേക്ക് വെള്ളം കയറി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോൾ മാത്രമാണ് ഇവിടെ ആറാട്ട് നടക്കുന്നത്. ഈ പ്രതിഭാസത്തെയാണ് ഭക്തർ ആറാട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ദൈവവും പ്രകൃതിയും തമ്മിലുള്ള അനിർവചനീയമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളായി തുടർന്നുവരുന്ന ഈ കാഴ്ച ക്ഷേത്രത്തിന്റെ നിലനിൽപ്പും ഭാരതപ്പുഴയുമായുള്ള ബന്ധവും എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ചില വർഷങ്ങളിൽ മഴ കുറവാണെങ്കിൽ വിഗ്രഹത്തിൽ വെള്ളം എത്താതെ വരുമ്പോൾ ആറാട്ട് നടക്കാതെയും വരാറുണ്ട്. സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ചമ്രവട്ടം. ആലുവ മണപ്പുറം ശിവക്ഷേത്രം, താന്നിക്കുടം ഭഗവതി ക്ഷേത്രം, ഊരമന ശാസ്താക്ഷേത്രം, തൃപ്പുലിക്കൽ ശിവക്ഷേത്രം എന്നിവയാണ് സമാനമായ മറ്റ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്തുനിന്ന് ഏകദേശം 50 മീറ്റർ മാറിയുള്ള ഒരു കൊച്ചു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് പുഴ കവിഞ്ഞൊഴുകുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള വഴി പൂർണ്ണമായും വെള്ളത്തിലാകും. ഈ സമയത്ത് വഞ്ചിയിലാണ് പൂജാരി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള നടവഴി പോലും പഴയ നെൽവയൽ വരമ്പിന്റെ വശങ്ങൾ കല്ല് വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. ഈ പാതയുടെ ഇരുവശത്തും ഇപ്പോഴും നെൽവയലുകൾ കാണാം. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പ്രാധാന്യമുണ്ടെങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെ നീണ്ടുനിൽക്കുന്ന മണ്ഡലകാലമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്രയിക്കാനാകുന്ന ഒരു പ്രധാന ക്ഷേത്രമാണിത്. മണ്ഡലകാലത്തെ അവസാനത്തെ 11 ദിവസങ്ങളിൽ ചുറ്റുവിളക്ക് തെളിയിക്കാറുണ്ട്. മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർക്ക് താമസ സൗകര്യവും അന്നദാനവും ക്ഷേത്രം ഒരുക്കാറുണ്ട്. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കും വഴിപാടുകൾക്കും ഏറെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ് ശനിയാഴ്ചകൾ. ജ്യോതിഷപ്രകാരം കഠിനമായ ദോഷങ്ങൾ നൽകാൻ കഴിവുള്ള ഗ്രഹമായ ശനിയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇവിടെ ശാസ്താവിനെ ഭജിക്കുന്നത് ആശ്വാസം നൽകുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ശനിദോഷ ശാന്തിക്ക് ഉത്തമമാണ് ചമ്രവട്ടത്തപ്പന്റെ ദർശനം. ഈ വിശ്വാസത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിന് നാമകരണം നടത്തിയ ശംബരമുനി തന്റെ തപസ്സിന്റെ ഫലമായി ശാസ്താവിൽ ശനിദോഷത്തെ ദൂരീകരിക്കാനുള്ള അനിതര സാധാരണമായ ശക്തി ദർശിച്ചുവെന്നും ആ ശക്തിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഉപദേശം നൽകിയതുകൊണ്ടാണ് ഈ ആചാരം നിലനിന്നു വന്നതുമെന്നുമാണ് കരുതപ്പെടുന്നത്. അതിനാൽ മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ശനിദോഷ പരിഹാരത്തിനായി ഇവിടെ എത്തിച്ചേരുന്നു. വാർഷിക ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിഷ്ഠാദിനം. മലയാള മാസം മകരത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് ഇത് ആചരിക്കുന്നത്. ഈ ദിവസം ക്ഷേത്രത്തിൽ വിപുലമായ പൂജകളും ചടങ്ങുകളും നടക്കും. വിശേഷാൽ ദേവന് പവിത്രമായി കണക്കാക്കപ്പെടുന്ന 9 കലശങ്ങൾ കൊണ്ടുള്ള അഭിഷേകമായ നവകം ഈ ദിനത്തിലെ പ്രധാന ചടങ്ങാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് നാളികേരം വഴിപാട്. കാർഷിക സംസ്കൃതിയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഈ ക്ഷേത്രത്തിൽ മഴ ലഭിക്കാനും അമിതമായ മഴയിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടിയാണ് ഈ വഴിപാട് സമർപ്പിക്കുന്നത്. പ്രകൃതിയുമായുള്ള ചമ്രവട്ടത്തപ്പന്റെ ബന്ധത്തെയും പ്രാദേശിക ജനതയുടെ കാർഷിക ആവശ്യങ്ങളെയും ഇത് വിളിച്ചോതുന്നു. കൂടാതെ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത് സംബന്ധിച്ചും ഒരു പ്രത്യേകതയുണ്ട്. മറ്റിടങ്ങളിലെ പോലെ വലിയ ഉത്സവങ്ങളിൽ പോലും ഇവിടെ ആനകളെ എഴുന്നള്ളത്തിനായി ഉപയോഗിക്കാറില്ല എന്നതും ഈ പുണ്യസങ്കേതത്തിന്റെ തനിമ നിലനിർത്തുന്ന ഒരാചാരമാണ്. ചമ്രവട്ടം ക്ഷേത്രത്തെക്കുറിച്ച് ചരിത്രപരമായ ചില നിരീക്ഷണങ്ങളും പഠനങ്ങളും നിലവിലുണ്ട്. ഇവ ക്ഷേത്രത്തിന്റെ പ്രാചീനതയെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക അവസ്ഥകളെക്കുറിച്ചും വെളിച്ചം വീശുന്നു. ചില പുരാവസ്തു പഠനങ്ങളും ചരിത്രകാരന്മാരും ചമ്രവട്ടം നിലനിൽക്കുന്ന പ്രദേശത്ത് ഒരു കാലത്ത് ഒരു ജൈനക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നു.
നദീതീരങ്ങളിൽ നിന്നും മറ്റുമായി കണ്ടെത്തിയ നായ, സിംഹം തുടങ്ങിയ മൃഗങ്ങളുടെ മൺരൂപങ്ങൾ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പത്മാസനസ്ഥനായ ശാസ്താവിന്റെ സങ്കല്പം പോലും ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാരുടെ ഇരിപ്പിടവുമായി സാമ്യമുള്ളതായി ചിലർ പറയുന്നു. ചില പഠനങ്ങൾ ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെയും ജ്യോതിശാസ്ത്രത്തിലെയും മഹാനായ വ്യക്തിയായി കണക്കാക്കുന്ന ആര്യഭടൻ ചമ്രവട്ടം പ്രദേശത്ത് നിന്നുള്ള ആളായിരിക്കാമെന്നും ഈ പ്രദേശം ഒരു പഴയ ജൈനരാജ്യത്തിന്റെ ഭാഗമായിരുന്നുവെന്നും സൂചന നൽകുന്നുണ്ട്. തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള താമരക്കുളങ്ങര ശാസ്താക്ഷേത്രം ചമ്രവട്ടം ക്ഷേത്രത്തിന്റെ വികസിത രൂപമാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി ഗ്രാമീണ സൗന്ദര്യത്തിന്റെയും പ്രകൃതിയുടെ ശാന്തതയുടെയും ഒരു ഉദാഹരണം കൂടിയാണ്. തിരുനാവായയിൽ നിന്ന് ഏകദേശം 20 മിനിറ്റോളം സഞ്ചരിച്ചാൽ ചമ്രവട്ടത്ത് എത്തിച്ചേരാം. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള നെൽവയലുകളും ശാന്തമായി ഒഴുകുന്ന ഭാരതപ്പുഴയും ചേർന്നുള്ള കാഴ്ച ഭക്തർക്ക് അതീവ ആനന്ദം നൽകുന്നതാണ്. പുന്നാനിയിൽ നിന്ന് ഫെറി ബോട്ട് മാർഗവും ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ ക്ഷേത്രം പ്രകൃതിയുമായി എത്രമാത്രം ഇഴചേർന്നു നിൽക്കുന്നു എന്നതിനും ഓരോ ഭക്തനും ഈശ്വര സാക്ഷാത്കാരത്തിനായി എത്തുമ്പോൾ മനസ്സിന് ശാന്തത ലഭിക്കാനുമുള്ള ഉത്തമമായ ഒരിടമാണിത് എന്നതിലും സംശയമില്ല. ചമ്രവട്ടത്തപ്പന്റെ ശക്തിയെക്കുറിച്ച് നിരവധി കഥകളും വിശ്വാസങ്ങളും തലമുറകളായി കൈമാറി വരുന്നു. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം ഐതിഹ്യങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും പ്രകൃതിയുടെ വരദാനത്തിലൂടെയും ഇന്നും ഭക്തജനങ്ങൾക്ക് മുന്നിൽ ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. ഈ ക്ഷേത്രം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് അതിന്റെ ആരാധനാക്രമങ്ങൾ നടത്തുന്ന കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു മായാത്ത ഏടാണ്. ഈ പുണ്യസങ്കേതം മനുഷ്യനും പ്രകൃതിയും ദൈവവും ഒന്നാണ് എന്ന ഭാരതീയ തത്വചിന്തയെ ഓർമ്മിപ്പിക്കുന്നു.